ഈ ഭൂമിയിൽ നമ്മൾ നോക്കുമ്പോൾ സ്വത്രം കർത്താവ് യേശുക്രിസ്തു ഒരു വ്യക്തിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പേടിക്കാൻ ഒന്നുമേ ഇല്ല. വിളിച്ച ദൈവം നോക്കിക്കോളും കാര്യങ്ങൾ. ഹല്ലേലൂയ. നമ്മളെ ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കുമ്പോൾ ഒരു ഉദ്ദേശവും ഉണ്ട്. സ്വത്രം നമ്മൾ അടുത്ത് വിളിച്ചു, കർത്താവിൻ്റെ കൃപ തന്നു, നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അന്ത്യം വരെയും നടത്തുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വിളിച്ചിട്ട് ഞാൻ കണ്ടില്ല എന്ന് ദൈവം പറയില്ല, ഒരിക്കലും പറയില്ല. ഞാൻ കണ്ടില്ലല്ലോ എന്ന് ദൈവം പറയില്ല. ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ സ്വത്രം 10-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 17 മുതൽ അങ്ങോട്ട് നമുക്ക് വായിക്കാം. 10-17 മുതൽ വായിച്ച്. സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അടുത്ത് സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. മതി. അടുത്ത നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ കർത്താവ് വായിച്ചിട്ട് നോക്കിക്കൊണ്ടിരുന്നില്ല. പിശാച് മിന്നൽ പോലെ വീഴുന്നത് ആര് കണ്ടു? നമ്മളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എല്ലാം നമ്മളെ കരുതാൻ, നമ്മളെ കാക്കാൻ, നമ്മളെ കാണാൻ അപ്പൻ്റെ കണ്ണിങ്ങനെ ഇരിക്കുകയാണ്. ഓരോരുത്തർ വീടാൻ ദൈവം വിടൂല. എന്തെങ്കിലും വന്നാൽ ആര് കണ്ടിട്ടേ വരൂ? അതാണ് പറഞ്ഞത്. നമ്മളെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ വെച്ചിരിക്കും. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ ദൃഷ്ടി കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ മേലെ ഉണ്ട്. ഓരോരോ വീഴാൻ ദൈവം വിടൂല. കർത്താവ് പറഞ്ഞ മക്കളെ, മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. കണ്ടോ? ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടോ? സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് പറയാണ്, പാമ്പുകളെയും ഞാൻ കണ്ടു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അപ്പോൾ ദൈവം അധികാരം കൊടുക്കുകയാണ് ദൈവമക്കൾക്ക്. എന്തിനു വേണ്ടിയാണ് ദൈവം അധികാരം കൊടുക്കുന്നത്? സ്തോത്രം. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മിന്നൽ പോലെ ചിലതൊക്കെ വീഴും. ഇതെല്ലാം ദൈവം കാണും. പക്ഷെ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾക്കൊരു അധികാരമുണ്ട്. ആമേൻ. ഇവയെ തകർക്കാൻ ഒരു അധികാരമുണ്ട്. ഞാൻ കാണും, പക്ഷെ നീ തകർക്കും. ഹല്ലേലൂയ. ഞാൻ കാണും, പക്ഷെ നീ തകർക്കും. നിനക്കൊരു അധികാരം ഞാൻ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കണ്ണുവെട്ടി ഒന്നും നടക്കാൻ പോകുന്നില്ല, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ നടക്കും. പക്ഷെ നിനക്കൊരു അധികാരം ഞാനിത് തരികയാണ്. ഈ അധികാരത്തോടെ നീ കൽപ്പിക്കുമ്പോൾ അത് നിനക്കൊരിക്കലും ഒരു ദോഷവും. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ദോഷവും വരുത്തുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം കൂടെയുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവം ഓരോ മക്കളെയും തിരഞ്ഞെടുക്കുന്നുണ്ട്, ഓരോ മക്കളെ ആക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പലതിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ പലതിനെയും തിരഞ്ഞെടുക്കും. ദൈവത്തിന് സ്തോത്രം. ഇതേ അധ്യായം തന്നെ കർത്താവ് ഇത് പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, 2 ആൾക്കാർ 2 സാധനം 2 രീതിയിലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുത്തു. ഇതേ അധ്യായം അവസാനത്തെ ഒരു പാരഗ്രാഫ് നമുക്ക് വായിക്കാം. വായിച്ച് 38 മുതൽ. പിന്നെ അവൻ യാത്ര പോയി അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അടുത്ത് കർത്താവിന്റെ കാൽക്കലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്ന്, കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അടുത്ത് കർത്താവ് അവളോട്, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപകരിക്കുകയില്ല. മാർത്ത തെരഞ്ഞെടുത്തതല്ല, മറിയ തെരഞ്ഞെടുത്തത്. ഒരു വീട്ടിൽ 2 മക്കളാണ്, മാർത്തയും മറിയയും. ഇനി ലാസറും കൂടെ ഉണ്ട്. പക്ഷേ ഈ മാർത്ത തിരഞ്ഞെടുത്തതല്ല മറിയ തിരഞ്ഞെടുത്തത്, മറിയ തിരഞ്ഞെടുത്തതല്ല മാർത്ത തിരഞ്ഞെടുത്തത്. 2 പേര് ദൈവത്തെ അറിയാം, 2 പേർക്കും വചനം അറിയാം, 2 പേരും യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നവരാണ്. പക്ഷെ 2 പേരുടെയും അവർ സെലക്ട് ചെയ്തത്, ഒരാൾ സെലക്ട് ചെയ്തത് മനം കലങ്ങിയിരിക്കുന്നു, വിചാരങ്ങളാൽ പരവശയായിരിക്കുന്നു, ഈ ലോകത്തിലുള്ള എന്തൊക്കെയോ തിരഞ്ഞെടുത്ത് കലങ്ങി തകർന്നു, ദൈവത്തിന് വിട്ടുകൊടുക്കാൻ പറ്റാതെ കലങ്ങി. എന്നാൽ മറിയ
തിരഞ്ഞെടുത്തത് യേശുവിനായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവൾ ആർക്കും അപഹരിക്കാൻ പറ്റാത്തതിനെ ആമേൻ. കണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി വിട്ടു പോയാലും അവൾ പ്രാപിച്ചതിന് ആർക്കും പിടിച്ചെടുക്കാൻ കണ്ടോ. സ്തോത്രം. അപ്പോൾ കർത്താവ് പറയുന്നു നിന്റെ കിരീടം ആരും കണ്ടോ ആർക്കും എടുക്കാൻ പറ്റത്തില്ല. ദൈവം നമുക്കൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അപഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ യേശു തന്നെ സാക്ഷ്യം പറയുകയാണ്. യേശു പറയാണ്, മാർത്തയെ മാർത്തയെ, നീ ചൊല്ലി നിന്നെ ഞാൻ വിളിച്ച് വേർതിരിച്ചപ്പോൾ ഞാൻ ഒരുപാട് വാഗ്ദത്തം നിനക്ക് തന്നിട്ടുണ്ട്. എൻ്റെ കണ്ണ് നിൻ്റെ മേലുണ്ട്. ഒരു ഇരുട്ടിൻ്റെ ശക്തി ആകാശത്ത് നിന്ന് വീഴാൻ ഞാൻ കാണും. പക്ഷേ ഇനി അത് ഞാൻ വരാതെ നീ ശാസിച്ച പോകാനുള്ള അധികാരവും തന്നിട്ടുണ്ട്. പക്ഷേ നീ ചിലതിനൊക്കെ ഈ ലോകത്തിലുള്ള എന്തിനൊക്കെ ഒരു കലക്കവും നീ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ലോകത്തിലുള്ള എന്തൊക്കെയോ തിരഞ്ഞെടുത്ത് നീ ആകെപ്പാടെ കലങ്ങി ഒരു പരുമായി ഇരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം നീ ഇവിടെ പ്രാപിച്ചതെല്ലാം തകർന്നു പോകുമ്പോൾ നിന്റെ അനുജത്തി ഉണ്ടല്ലോ, നിന്റെ സഹോദരി, അവൾ പ്രാപിച്ചതൊന്നും ആർക്കും എടുക്കാൻ പറ്റില്ല. സ്തോത്രം. ആരാധനയ്ക്ക് എല്ലാവരും ഉണ്ടല്ലേ, അവരെല്ലാവരും ഇല്ല ആരാധനയ്ക്കുണ്ട്. പക്ഷെ കർത്താവ് മറിയെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ആർക്കും അപഹരിക്കാൻ പറ്റാത്തത് ഇവള് കർത്താവിനെ കണ്ടുകൊട്ടി അന്ന് മുതൽ ഇന്ന് വരെ പ്രാപിച്ചു. ഒരു മനുഷ്യൻ വന്നാലും അത് പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല. ഇത് അവളല്ല പറഞ്ഞത്, യേശു അവളെക്കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു. സ്തോത്രം. പത്രമായിട്ട് ഇത് യേശു അവളെക്കുറിച്ച് വായിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിന്നെ പോലെയല്ല, നിനക്ക് കലക്കമാണ്. പക്ഷെ മറിയ ഒന്നും പറഞ്ഞില്ല. മറിയെക്കുറിച്ചുള്ള സാക്ഷ്യം മറിയെക്കുറിച്ച് യേശു വായിച്ചു. യേശു വായിച്ചിട്ട് പറഞ്ഞു, അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശമാണ് മക്കളെ തിരഞ്ഞെടുത്തത്. യേശു വായിച്ചു. അടുത്ത താഴെ വരി കിടക്കുന്നു, അതാർക്കും നീ ഈ ലോകത്തെ ഒരുപക്ഷെ തിരഞ്ഞെടുത്തതെല്ലാം ആർക്ക് വേണോ ചിലപ്പോൾ എന്ത് ചെയ്യാം, അപകരിക്കാം. പണമാണെങ്കിൽ ഒരു രോഗത്തിന് പോലും ഇല്ല. അപ്പോൾ എന്തും അപകരിക്കാം അല്ലേ, ആർക്കും. പക്ഷേ സ്തോത്രം, അവൾ പ്രാപിച്ചത് മരണം കൊണ്ട് അപകരിക്കാൻ പറ്റാത്ത, ലോകത്തിലുള്ള മനുഷ്യനെ അപകരിക്കാൻ പറ്റാത്ത, ഏത് പ്രശ്നം വന്നാലും അപകരിക്കാൻ പറ്റാത്ത സ്വർഗീയമായത്, ക്രിസ്തുവിലുള്ളത്, ക്രിസ്തുവിനെ തന്നെ അവൾ പ്രാപിച്ചു. പക്ഷെ അവളിൽ നിന്ന് ആർക്കും ഒന്നും അപകരിച്ച് മാറ്റാൻ പറ്റിയില്ല. ഞാൻ ചോദിക്കട്ടെ, യേശു നമ്മളെ തിരഞ്ഞെടുത്തു, യേശു നമ്മളെ കണ്ടിട്ടുണ്ട്, യേശു നമ്മളെ വിളിച്ച് വേർതിരിച്ചു. നമ്മൾ യേശുവിലാണ്. നമ്മൾ ആരാണ്? ഈ താള്, ഈ ബൈബിളിൻ്റെ താള് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഈ ബൈബിളിൻ്റെ താള് എങ്ങനെ ഇതിലൊട്ടിയിരിക്കുന്നു, ഞാൻ യേശുവിൻ്റെ അകത്തിരിക്കുകയാണ്. ഇതുപോലെ യേശു എവിടെ പോയാലും ഈ താളുണ്ട്. ഈ ബൈബിൾ എവിടെ കൊണ്ടുപോയാലും എൻ്റെ കയ്യിൽ ഈ താളുണ്ട്. യേശു എവിടെ പോയാലും അതിന് ആ താളുണ്ട്, ഞാൻ ഉണ്ട്. പക്ഷേ യേശു എന്നിൽ വന്ന് എപ്പോഴാണ്? ഞാൻ യേശുവിന് പണ്ടേ ഉണ്ട്, എന്നുണ്ട്, ലോക സ്ഥാപനത്തിന് മുമ്പേ ഉണ്ട്. പക്ഷെ യേശു എന്നിൽ വന്നത് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോഴാണ്. ഞാൻ ലോക സ്ഥാപനത്തിന് മുമ്പേ ഇതുപോലെ ആരിലിരിക്കുകയാണ്. യേശു എവിടെ പോയാലും ഈ ബൈബിൾ ഞാൻ എവിടെയും കൊണ്ടുപോകുന്നത് പോലെ, ഇതെടുക്കുമ്പോൾ ഈ താളിളകാത്തത് പോലെ, യേശു എണീക്കുമ്പോഴും നിൽക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഈ താളെങ്ങനെ ഇതിനകത്ത് ഒട്ടിയിരിക്കുന്നു അതുപോലെ ഞാനും നിങ്ങളിരിക്കുകയാണ്. അത്രയ്ക്ക് സുരക്ഷിതരാണ്. പക്ഷെ നമുക്കൊരു വിശ്വാസം വേണം. കർത്താവിൻ്റെ ആ സുരക്ഷിതത്വത്തിൽ, കർത്താവിൻ്റെ ആ വിളിയിൽ നമുക്കൊരു വിശ്വാസം, ഉറപ്പും വേണം. മറിയയ്ക്ക് ആ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ആ സഹോദരി എടുത്തു പറഞ്ഞത്. സ്തോത്രം. അവൾക്ക് കലക്കമില്ല, പ്രശ്നമില്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, ഒരു വിഷയമില്ല, എല്ലാം തീർന്നു എന്നല്ല, അല്ല അർത്ഥം. ഏത് പ്രശ്നം വന്നിട്ടും അവൾ പ്രാപിച്ചതെല്ലാം അപകരിക്കാൻ പറ്റാത്തത്, ആർക്കും വലിച്ചു മാറ്റാൻ പറ്റാത്തത്, ആർക്കും നശിപ്പിക്കാൻ പറ്റാത്തത്, കർത്താവിൻ്റെ അടുത്ത് പോയാലും അവിടെയും നിലനിൽക്കുന്നതിനെ അവൾ കർത്താവിൻ്റെ അടുക്കൽ കത്തിപ്പോകാത്തത് പ്രാപിച്ചു. ഹല്ലേലൂയ. വക്കോല് കത്തിപ്പോകും അല്ലേ, സ്തോത്രം. ചിലതെല്ലാം കത്തിപ്പോകും. പക്ഷേ പുല്ല് കത്തിപ്പോകും, മരം കത്തിപ്പോകും, എന്നാൽ കത്തിപ്പോകാത്ത ചിലതുണ്ട്. സഹോദരി പ്രാപിച്ചത് കത്തിപ്പോകാത്ത, എന്നേക്കും നിലനിൽക്കുന്ന യേശുവിനുള്ളതായിരുന്നു. ഇന്ന് ഈ ഭവനത്തോടും കടന്നു വന്ന എന്നോടും പ്രസംഗിക്കുന്ന എന്നോടും കടന്നു വന്ന നമ്മളോട് ഓരോരുത്തരോടും ദൈവം പറയുന്നു, മക്കളെ നീ പ്രാപിക്കേണ്ടത് കത്തിപ്പോകുന്നതിനല്ല, കത്തിപ്പോകാത്തത് നീ പ്രാപിക്കേണ്ടത്, ആർക്കും അപകരിക്കാൻ പറ്റാത്തത്. ആമേൻ. നീ പ്രാപിക്കേണ്ടത് എന്നും നിലനിൽക്കുന്നത് ആയിരിക്കട്ടെ. സ്തോത്രം. അത് ഒന്നേ ഉള്ളൂ, യേശുവിലുള്ളത് മാത്രം. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എന്നോടും നിങ്ങളോടും കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു. നീ തിരഞ്ഞെടുക്കുന്നത് ഈ രണ്ടിന് ഏത്? സ്തോത്രം. ദൈവം ചോദിക്കുന്നു, മക്കളെ, ഇവിടെ നശിച്ചു പോകുന്ന, കത്തിപ്പോകുന്ന ഒരു സാധനമാണോ നീ പ്രാപിച്ചത്, അതോ
യേശുവിനെയാണോ? കത്താത്ത, എന്നേക്കുമുള്ള, എന്നേക്കും നിലനിൽക്കുന്ന, എന്നേക്ക് ഏത് പ്രശ്നത്തിലും സമാധാനം തരുന്ന, ഏത് പ്രതിസന്ധിയിലും തണുപ്പ് തരുന്ന, എവിടെ കൂടെ പോകുമ്പോഴും തീച്ചുളക്കകത്ത് തള്ളിയിടാത്ത, സ്വത്രം മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുമ്പോഴും കണ്ണുകൊണ്ട് കാണുന്ന, അവയെ നേരിടാൻ ശക്തി തന്ന, അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് നിൽക്കുന്ന ദൈവത്തിലുള്ളതാണോ നീ പ്രാപിച്ചത്, നീ നേടിയത്? നീ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചൊക്കെ നീ പ്രാപിച്ചത് നശിച്ചു പോകുന്ന ഒന്നാണോ അതോ നിലനിൽക്കുന്ന ഒന്നാണോ? ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് ഓരോരുത്തരോടും എന്നോട് നിങ്ങളോടും കർത്താവ് വ്യക്തമായിട്ടുള്ളൂ, മക്കളെ നിലനിൽക്കുന്നത് മാത്രമായിരിക്കട്ടെ. കത്തിപ്പോകുന്ന നമുക്ക് വേണ്ട. മറിയയോ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. അത് യേശുവിനെ തന്നെയായിരുന്നു. യേശുവായിരുന്നു നല്ല അംശം. ആരും നല്ല അംശമില്ല. നല്ലതെന്ന് പറയാനും നല്ല അംശം എന്ന് പറയാൻ യേശു മാത്രമേ. യേശുവിൽ ഉള്ളതും നല്ലത്. സ്തോത്രം. യേശു നല്ലത്. യേശുവിൻ്റെ വരങ്ങളും കൃപകളും എല്ലാം നല്ലത്. ഇവള് പ്രാപിച്ചത് കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ യോഹന്നാൻ 1-ാം അധ്യായം വായിക്കുവാനകത്തുണ്ട്, അവൻ്റെ നിറവിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. 14-ാം വചനം മുതൽ വായിച്ച്. യോഹന്നാൻ 1:14 മുതൽ. അടുത്ത് എന്റെ പിന്നാലെ വരുന്നവരെ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ. ഈ സഹോദരി പ്രാപിച്ചതെല്ലാം ആ നിറവായിരുന്നു, അപകരിക്കാൻ പറ്റാത്തത്. ക്രിസ്തുവിൽ നിറഞ്ഞൊഴുകിയതെല്ലാം ഈ സഹോദരി സ്വീകരിച്ചുകൊണ്ടേയിരുന്നു. ആർക്കും തട്ടി മാറ്റാനും പറ്റിയില്ല. പ്രശ്നമില്ലെന്നല്ല ഉണ്ടായിരുന്നു, പക്ഷെ മറ്റവൾ കലങ്ങിയപ്പോൾ ഇവള് കലങ്ങിയില്ല. കാരണം ഇവളെ ഉറപ്പും വിശ്വാസവും പ്രത്യാശയെല്ലാം ദൈവത്തിനായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്കും ഉറപ്പുള്ള യാഹാകുന്ന യേശു ക്രിസ്തുവിൽ നമുക്ക് ഉറപ്പിക്കാം. ആ ക്രിസ്തു മാത്രം കർത്താവ്, ആർക്കും അപകരിക്കാൻ പറ്റാത്തതിനെ സ്തോത്രം പ്രാപിച്ച് ഓരോ സെക്കൻഡും ആത്മാവിൽ വളർന്ന് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ പരിശുദ്ധ